മാഷേ, അമേരിക്കയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? ട്രംപിന് ഇത് എന്തിൻ്റെ കേടാ? ട്രംപ് ഇപ്പം എന്താ ഹൂത്തി വിമതനായോ? കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾ പിടിച്ചെടുത്തോണ്ട് വരിക. ഇയാളെ വെടിവെച്ച് കൊല്ലാൻ ആരുമില്ലേ? ഹൂത്തികളെ വെടിവെച്ച് കൊല്ലാൻ ഇയാളുണ്ടായിരുന്നു. ഈ ഹൂത്തി വിമതനെ പോലെ പ്രവർത്തിക്കുന്ന ഇയാളെ വെടിവെച്ച് കൊല്ലാൻ ആരുമില്ലേ? എന്ത് തോന്നിയാസായി കാണിക്കുന്നത്? ട്രംപ് നമ്മുടെ ബേബി പറഞ്ഞ പോലെയാണ് ഇപ്പൊ പെരുമാറുന്നത്. ലോകത്തിന്റെ പ്രസിഡന്റിനെ പോലെയാണ് പെരുമാറുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തവരെ പോലെ പെരുമാറുന്നത്. അതാണ് പ്രശ്നം. ഇത് എന്താ സംഭവം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ രണ്ടാമത്തെ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകുക എന്നുള്ള വലിയൊരു സ്വപ്നമായിരുന്നു. അത് നടക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്ഭുതകരമായിട്ട് അത് നടന്നു. അദ്ദേഹത്തിന് ഒരു വെടി ഏറ്റത് ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ചെവി തുളച്ചൊരു വെടിയുണ്ട പോയത്. ആ വെടിയുണ്ട അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിച്ചു. അമേരിക്കയിലെ ജനവികാരം ആളിക്കത്തിച്ചുകൊണ്ടാണ് ആ സംഭവം നടന്നത്. എന്നാൽ അതിൽ അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ അദ്ദേഹം പെരുമാറുന്നത് ഒരു പക്വമതിയായ അമേരിക്കൻ പ്രസിഡന്റ് സ്വഭാവത്തിലല്ല. എനിക്ക് തോന്നുന്ന വെടിയുണ്ട തലച്ചോറിൽ എന്തോ നട്ടും ബോൾട്ടും പോയിട്ടുണ്ട്. എന്നല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസിഡന്റ്, അമേരിക്കയുടെ എത്ര അന്തസ്സുള്ള എബ്രഹാം ലിങ്കൺ, ജോർജ് വാഷിങ്ടൺ, ഐസൻഹോവർ, റൂസ്വെൽറ്റ്, ഇവരൊക്കെ ഭരിച്ച ഒരു രാജ്യത്ത് ഇയാൾ എന്തൊരു കോമാളിയെ പോലെ അവര് ചെയ്ത അതേ നയങ്ങളാണ് സാർ അദ്ദേഹം ചെയ്യുന്നത്. അവര് രഹസ്യമായിട്ട് ഒന്നും മിണ്ടാതെ ചെയ്തെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. വ്യത്യാസം അത്രയേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റുമാർ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് ആണ് അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു സൊഫിസ്റ്റിക്കേഷൻ വേണ്ടേ? അതില്ല എന്നുള്ളതാണ്. അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ, ആ ലെവലിൽ നിന്ന് അദ്ദേഹം താഴേക്ക് പോരുന്നതാണ് പ്രശ്നം. ആക്ച്വലി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നാണക്കേടെന്ന് പറയുന്നത്, അദ്ദേഹം അധികാരത്തിലേറ്റതിന് ശേഷമുള്ള ഏറ്റവും വലിയ നാണക്കേടെന്ന് പറയുന്ന ആദ്യത്തേത് റഷ്യയിൽ നിന്നാണ് കിട്ടിയത്. റഷ്യയുടെ യുദ്ധം ഞാൻ 24 മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. തീർന്നില്ല. രണ്ടാമത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലിന്റെ പ്രശ്നം അപ്പം തന്നെ മറ്റവരെ കീഴടക്കി പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു. നടന്നില്ല. മൂന്നാമത്തത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് വാറിൽ സംഭവിച്ച കാര്യമാണ്. അവിടെയും പറഞ്ഞു ഇന്ത്യ എന്നെ സൂചിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് ഇപ്പോൾ ലാസ്റ്റും പറഞ്ഞു. ഒന്നും നടന്നില്ല. അപ്പൊ അമേരിക്ക നിരന്തരം ഒന്നും സംഭവിച്ചു. അമേരിക്ക നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരിഹാസരാകുക, പരാജയപ്പെടുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മേധാവിത്വ മനോഭാവത്തിന്, നമ്പർ 1 എന്ന മനോഭാവത്തിന് ഇടിവ് തട്ടുമെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. യാങ്കി മനോഭാവം. അതെ. അപ്പൊ അങ്കിൾ സാം എന്നാണല്ലോ ഇവർ വിളിക്കുന്നത്. എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരെയും പൊതുവെ പറയുന്ന അങ്കിൾ സാം. അപ്പൊ ഇവരുടെ ഈ ഒരു മനോഭാവത്തിന് ഇടിവ് തട്ടിയതിനിടക്ക് അവര് അതിനെ തിരിച്ചു പിടിക്കാൻ നടത്തിയ, ഇദ്ദേഹം കയറിയതിനു ശേഷം നടത്തിയ, അതിനു മുമ്പേ പ്ലാൻ ഉണ്ടായിരുന്നു, 2017 മുതൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന രാജ്യത്തെ, അതായത് നമ്മളിപ്പോൾ കണ്ടല്ലോ, വെനിസ്വേലയെ കണ്ടല്ലോ, അവിടെ കയറി ഒരു ഓപ്പറേഷൻ നടത്തുക എന്നുള്ള അവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് ലോകത്തെ ഭയപ്പെടുത്താൻ അറിയാം. ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഭയപ്പെടുത്തണമെന്ന് അറിയാം. അങ്ങനെ ഭയപ്പെടുത്തിയാൽ അവരതിന്റെ നേട്ടം കൊയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ ചരിത്രമാണ്. ഞാൻ ചോദിക്കുന്ന അതല്ല, അമേരിക്കയ്ക്കകത്തേക്ക് കയറിയിട്ട് ഇതുപോലെ ഡെൽറ്റ പോലുള്ള എലീറ്റ് ഫോഴ്സിനെയും കൊണ്ട് വിട്ടിട്ട് അവിടെ ചെന്ന് ഈ ട്രംപിൻ്റെ കിടക്കറയിലേക്ക് കയറിയിട്ട് അയാളുടെ ഭാര്യയെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു കെട്ടാൻ ഒരു രാജ്യത്തിന് ചുണയില്ലാത്തത് കൊണ്ടല്ലേ ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അല്ല, അമേരിക്ക സദ്ദാം ഹുസൈന് കൈവിലങ്ങണിയിച്ച് അദ്ദേഹത്തിന്റെ രഹസ്യ ഗുഹയിൽ നിന്ന് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. കേണൽ ഗദ്ദാഫിയെ പിടിച്ചത് നമ്മൾ കണ്ടതാണ്. നജീബുള്ള പിന്നെ വേറെ ആളെ വെച്ച് പ്രോക്സി വാർ നടത്തി പിടിച്ചതാണ്. ഇവർ എക്കാലത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയെ വധിക്കാനായിട്ട് എത്രയോ തവണ ശ്രമങ്ങൾ നടത്തിയ രാജ്യമാണ് അമേരിക്ക. നല്ല നേരൊക്കെ രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, വടക്കൻ കൊറിയ, മറ്റേ കമ്മ്യൂണിസ്റ്റ് കൊറിയ, നോർത്ത് കൊറിയ, അദ്ദേഹത്തെ കൊല്ലണമെന്നുള്ള പ്ലാനൊക്കെ ഇട്ടതാണ്. പക്ഷെ അവിടെ ഇരുമ്പുറപോലുള്ള ഒരു ഉരുക്ക് അന്തരീക്ഷമാണ്. മോദിയെ കൊല്ലാൻ ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ഇങ്ങനെ കൊല്ലും. ആ രീതിയിലാണ് കാര്യങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. അവിടെ ബോംബുകൾ ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്ക ഒരു അല്പം അമിത ആത്മവിശ്വാസത്തിലാണ്. ഈ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം റഷ്യ സമ്പൂർണ്ണമായിട്ട് നിശബ്ദമായിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം. റഷ്യയും ചൈനയും അതെ, ഈ വെനസ്വേല ഇവരുടെ സഖ്യരാഷ്ട്രമാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് സമ്പൂർണ്ണമായ മൗനം അമേരിക്കക്ക് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാക്കി. അല്ല, അതിന്റെ കാരണം വ്യക്തമാണ്. എന്താണെന്ന് പറയും, ഈ കെയറോഫിൽ തന്നെ നിങ്ങൾ അവിടെ പിടിച്ചില്ല, എന്നാൽ പിന്നെ ഞങ്ങൾ തൈവാൻ പിടിച്ചോളാം, ചൈന. അതുപോലെ നിങ്ങൾ അവിടെ പിടിച്ചില്ല, എന്നാൽ ഞങ്ങൾ മൊത്തമായിട്ട് ഉക്രൈൻ അങ്ങ് പിടിക്കാം, ലിമിറ്റഡ് ആക്കണ്ട. അതെ, ഇതൊരു കോമൺ സിനാരിയോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെയാണ് കൊണ്ടുവരാം. പക്ഷേ അങ്ങനെ ആകുമ്പോൾ തന്നെ ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് ഒരു പ്രദേശം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവിക പ്രക്രിയയാണ്. ഇപ്പൊ ഇസ്രായേൽ കുറെ പ്രദേശം പിടിച്ചു വെച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അതേ പാകിസ്ഥാൻ നമ്മുടെ പിടിച്ചു വെച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഉക്രൈനും ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു, തൈവാനുമായിട്ട് നാളെ യുദ്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ ഇവിടെ അമേരിക്ക ഒരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല.
ഇപ്പോഴും അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞല്ലോ ഞങ്ങൾ യുദ്ധത്തിലല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ അവിടെ കയറി യുദ്ധം പ്രഖ്യാപിക്കാതെ രാമാനം കടന്ന് കള്ളന്മാരെ പോലെ കയറി കിടന്ന് അവിടെ 54 ക്യൂബൻ പട്ടാളക്കാരെ കൊന്നു. അവരാണ് അവിടെ കാവൽ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് കാവൽ നിന്നിരുന്ന മഡൂറോയ്ക്ക്, നിക്കോള മഡൂറോയ്ക്ക് കാവൽ നിന്നിരുന്ന 54 പേരെ വെടിവെച്ചു കൊന്നു. അതൊരു യുദ്ധക്കുറ്റമാണ്. അന്താരാഷ്ട്ര ജനീവ കരാർ പ്രകാരവും അന്താരാഷ്ട്ര മര്യാദകളനുസരിച്ചും യുദ്ധം പ്രഖ്യാപിക്കാതെ ഇങ്ങനെയുള്ള സൈനിക അറിയിപ്പ് കൂടാതെ യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചുകെട്ടി ഐക്യരാഷ്ട്ര സഭയുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ട്രിബ്യൂണലിൻ്റെ അന്താരാഷ്ട്ര കുറ്റങ്ങൾക്കുള്ള ട്രിബ്യൂണലിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ടതാണ്. ട്രംപിനെ അത് എത്ര വലിയ നടക്കാത്ത സ്വപ്നം എന്ന് നമ്മൾ പറഞ്ഞ പോലെയാണ്. കാര്യം ശരിയാണ്, സാറ് പറയുന്ന നിയമമാണ്, അന്താരാഷ്ട്ര നിയമമാണ്. പക്ഷെ അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നത് അമേരിക്കക്ക് അനുകൂലമാണ്. അമേരിക്ക തീരുമാനിക്കുന്നതാണ്, അമേരിക്കയാണ് അതിന്റെ അവസാന വാക്ക്. ആ രീതിയിലേക്ക് ലോകക്രമം മാറിയിട്ട് അതായത് സമ്പത്തുള്ളവൻ, ആയുധമുള്ളവൻ, ശക്തനാണെന്ന ഈ പറഞ്ഞ ലോകത്ത് എവിടെയും കാണുന്ന നിയമമാണ് അമേരിക്കയെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്നുള്ള രീതിയിലാണ് ലോകക്രമം. അതെ, പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒന്നും ആരുമില്ല. അല്ല, ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്താ പ്രശ്നം? ഐക്യരാഷ്ട്രസഭ തീരുമാനം എടുക്കുന്നു, 5 രാഷ്ട്രങ്ങൾ വീറ്റോ ചെയ്യുന്നു, പ്രശ്നം അവിടെ തീർന്നില്ലേ? ഐക്യരാഷ്ട്രസഭ എന്നുള്ളത് പേര് മാത്രമാണ്, അമേരിക്കൻ നയം നടപ്പാക്കാനുള്ള, അല്ലെങ്കിൽ ഈ വൻ ശക്തികളുടെ നയം ഭാഗികമായിട്ട് നടപ്പാക്കാനുള്ള. ബ്രിട്ടനിൽ അതിൽ എന്താ റോളുള്ളത്? ഫ്രാൻസിന് എന്ത് റോളുണ്ട്? ഒരു 3 രാജ്യങ്ങൾക്കാണ് അതിൽ എന്തെങ്കിലും റോളുള്ളത്. ചൈന, റഷ്യ, അമേരിക്ക. നമുക്കിപ്പോൾ ഇങ്ങോട്ട് വന്ന ഈ അറ്റ്ലാന്റിക്കിൽ ഈ കപ്പൽ പിടിച്ചതിന് ശേഷവും റഷ്യക്ക് യാതൊരു പ്രതികരണവുമില്ല. റഷ്യയും കൊടി വെച്ച ഒരു കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. റഷ്യയുടെ റിയാക്ഷൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. മറീനോ എന്ന് പറഞ്ഞൊരു കപ്പലാണ് അറ്റ്ലാന്റിക്കിൽ വെച്ച് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ഈ അറ്റ്ലാന്റിക്കിൽ വെച്ച് പിടിച്ചെടുത്തിരിക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഭാഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ അല്ല, മറ്റൊരു രാജ്യം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി റഷ്യയുടെ ഫ്ലാഗ് ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇത് മാത്രമല്ല, കരീബിയൻ കടലിൽ വെച്ച് ഈ മറ്റൊരു MD സോഫിയ എന്ന് പറഞ്ഞൊരു കപ്പൽ കഴിഞ്ഞ ദിവസം ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ അവര് അമേരിക്ക ആരോപിക്കുന്ന റഷ്യയുടെ ഗോസ്റ്റ് ഫ്ലീറ്റിന്റെ ഭാഗമാണ്. രഹസ്യ ദൗത്യങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് റഷ്യ നടത്തുന്ന ഒരു ഫ്ലൈറ്റ്, അതായത് അവരുടെ സമുദ്ര ഫ്ലീറ്റാണ്. അത് സീക്രട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഓയിൽ ട്രാൻസ്പോർട്ടിംഗ് ആണോ ചാരപ്രവർത്തനമാണോ എന്ന് സംശയത്തോട് കണ്ടെത്തി ഞങ്ങൾ പിടികൂടിയെന്നാണ് പറയുന്നത്. ഇതൊക്കെ ആക്ച്വലി അമേരിക്ക ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അതായത് ഉക്രൈൻ യുദ്ധത്തിലെ റഷ്യയെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ ടെൻഷൻ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇപ്പുറത്ത് ഉക്രൈനെ ചെന്ന് മുറുക്കി കയറി അടിക്കടാ, ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് പറഞ്ഞു, അടിച്ചു. അവിടെ നൂരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സമ്പത്തും എല്ലാം വ്യയം ചെയ്തുകൊണ്ട്. യുദ്ധം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. റഷ്യ വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ആ രാജ്യത്തെ തീർക്കാൻ പറ്റും. എന്താ തീർക്കാത്തെന്നറിയോ? അങ്ങനെ തീർത്തിട്ടുണ്ടെങ്കിൽ റഷ്യ സമ്പൂർണ്ണമായിട്ട് പ്രശ്നത്തിലേക്ക് പോകും. എന്നാലോ മറ്റൊരു രീതിയിൽ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ വലിയ ഈ ആയുധം കയറ്റുമതി ചെയ്ത് കിട്ടുന്ന പണമുണ്ടല്ലോ, അതേപോലെ തന്നെ ഇത് നിർമ്മിക്കാനും ധാരാളം പണമുണ്ട്. 50, 100, 200 കോടിയൊക്കെയാണ് സാധാരണ ഒരു ഇടത്തരം മിസൈലിന്റെയൊക്കെ വില. അങ്ങനെ ചവർ പോലെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡ്രോൺ ആക്രമണങ്ങൾ, പീരങ്കി ആക്രമണങ്ങൾ, ഷെല്ലാക്രമണം എന്നൊക്കെ പറഞ്ഞ് ചെറുതിൽ നിൽക്കുന്നത്. അപ്പോ ഇവിടെ റഷ്യ പാപ്പരായിരിക്കുകയാണെന്നറിയാം. ആയുധം കയ്യിലുണ്ടായിട്ട് അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുകയില്ല. അമേരിക്കയുടെ കയ്യിൽ പണവുമുണ്ട്, ആയുധങ്ങളുമുണ്ട്, ടെക്നോളജിയുമുണ്ട്, ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസും ഉണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ മുന്നിലേക്ക് റഷ്യ എന്തടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? ചൈന വിശ്വസിക്കാൻ റഷ്യക്ക് കൊള്ളുമോ? റഷ്യ പോയാൽ റഷ്യ ഒറ്റക്കായിരിക്കും. അതെ. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്തതായിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഗ്രീൻലാൻഡ് സമ്മതിച്ചില്ല. നോർവേ പറഞ്ഞു അവിടെ നിങ്ങൾ കാലെടുത്ത് കുത്തിയാൽ ഞങ്ങൾ നാറ്റോ സഖ്യത്തിൽ നിന്ന് മാറും. നോർവേ പറഞ്ഞിട്ടുണ്ട്. അല്ല, നോർവേ അല്ല, അതിൻ്റെ ഉടമസ്ഥർ ഡെൻമാർക്കാണ്. ഗ്രീൻലാൻഡിൻ്റെ ഉടമസ്ഥർ ഡെൻമാർക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പട്ടാള നീക്കം ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക നടത്തുകയാണെങ്കിൽ അടുത്ത് അതായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അവിടെയാണ് കൂടുതൽ ഈ അപൂർവ ധാതുക്കളുണ്ട്, അപ്പോൾ റെയർ മിനറൽസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനം. അമേരിക്ക തീർച്ചയായും അത് ചെയ്യും. അമേരിക്ക ഒരു കാര്യം പ്രഖ്യാപിക്കുന്നത് എപ്പോഴും മുൻകൂട്ടി അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ അവർ അതനുസരിച്ച് സ്ട്രാറ്റജിക്കലാക്കി മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ വലിയൊരു
യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അതിനെ എതിർക്കില്ലേ? എത്ര രാജ്യങ്ങൾ എതിർത്താലും അമേരിക്ക ചെയ്തിരിക്കുന്ന ഒരു തന്ത്രം അറിയാവും. ഈ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ നാറ്റോയിൽ ചേർത്തിട്ട് നിങ്ങളെ ഞാൻ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ നിരായുധീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആരുടെ കയ്യിലുണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള ആയുധം? അമേരിക്ക ഈ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ഉപരോധം കൊണ്ടുവരാനായിട്ട് യൂറോപ്പിൽ ഏതെങ്കിലും രാജ്യത്തിന് കഴിവുണ്ടോ? അപ്പൊ അമേരിക്കയുടെ അജയ്യത, അദ്ദേഹം പറഞ്ഞ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ നടന്നു. അത്രയേ ഉള്ളൂ. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.